സംവിധായകൻ ഷാഫിക്ക് ആദരാഞ്ജലികൾ. കലാമേന്മയുള്ള വലിയ സിനിമകളൊന്നും മലയാള സിനിമയ്ക്ക് നൽകാനായില്ലെങ്കിലും കച്ചവട മൂല്യമുള്ള അനേകം സിനിമകൾ, ബ്ലോക്ക് ബസ്റ്ററുകൾ മോളിവുഡ് ഇൻഡസ്ട്രിയിൽ സമ്മാനിച്ച ഒരു വ്യക്തിയാണ് റാഫി. പ്രശസ്ത സംവിധായകനായ സിദ്ദിഖ് ലാലിലെ സിദ്ദിഖിന്റെ സഹോദരി പുത്രനാണ് ഷാഫി. അതുപോലെ പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായ റാഫി മെക്കാർട്ടനിലെ റാഫിയുടെ സഹോദരൻ കൂടിയാണ് ഈ ഷാഫി. നിരവധി പ്രശസ്ത സംവിധായകരുടെ സഹായിയായും അസോസിയേറ്റായും സഹ സംവിധായകനായും പ്രവർത്തിച്ചിട്ടുള്ള ഷാഫി സ്വതന്ത്ര സംവിധായകനാകുന്നത് 2001 2001 മുതൽ 2018 വരെയുള്ള 18 വർഷ കാലയളവിൽ വെറും 18 സിനിമകൾ മാത്രമാണ് ഈ ഷാഫി എന്ന സൂപ്പർ ഹിറ്റ് സംവിധായകൻ സിനിമകൾ ചെയ്തിട്ടുള്ളത്. 18 വർഷ കാലയളവിൽ 18 സിനിമകളെ ചെയ്തിട്ടുള്ളൂ എങ്കിലും അതിൽ 12 സിനിമകൾ സൂപ്പർ ഹിറ്റുകളാണ്. തുടർച്ചയായി 11 സിനിമകൾ സൂപ്പർ ഹിറ്റാക്കിയ മലയാളത്തിലെ ആദ്യത്തെ സംവിധായകൻ എന്നുള്ളൊരു റെക്കോർഡും ഷാഫിക്കുണ്ട്. സഹോദരനായ റാഫിയും കൂട്ടുകാരനായ മെക്കാർട്ടനും ചേർന്ന് തിരക്കഥ എഴുതിയ 2001 റിലീസായ വൺ മാൻ ഷോ ആണ് ഷാഫിയുടെ ആദ്യത്തെ സിനിമ. ജയറാമും ലാലും സംയുക്ത വർമ്മയും പ്രധാന വേഷം ചെയ്ത വൺ മാൻ ഷോ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. തുടക്കം തന്നെ സൂപ്പർ ഹിറ്റോടായിരുന്നു ഷാഫിയുടെ തുടക്കം. തുടർന്ന് 2002 ലാൽ നിർമ്മിച്ച കല്യാണരാമൻ ആയിരുന്നു ഷാഫിയുടെ രണ്ടാമത്തെ സിനിമ. ദിലീപും കുഞ്ചാക്കോ ബോബനും നവ്യ നായരും പ്രധാന വേഷങ്ങൾ ചെയ്ത കല്യാണരാമന്റെ തിരക്കഥ എഴുതിയത് ബെന്നി പി നായരമ്പലമായിരുന്നു. കല്യാണരാമൻ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. തുടർന്ന് 2003 ജയസൂര്യയെ നായകനാക്കി പുലിവാൽ കല്യാണം എന്നുള്ള ഒരു സിനിമ ചെയ്തു. കാവ്യ മാധവനായിരുന്നു അതിലെ നായിക. ലാലു വരസും പ്രധാന വേഷം ചെയ്ത പുലിവാൽ കല്യാണം എന്ന സിനിമയിൽ സലീം കുമാറും കൊച്ചിൻ കനിഫയും അപാരമായ കോമഡി രംഗങ്ങളാണ് സൃഷ്ടിച്ചത്. പുലിവാൽ കല്യാണം സൂപ്പർ ഹിറ്റ് ആയിരുന്നു. തുടർച്ചയായി 3 ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ഷാഫി 2005 ചെയ്ത തുമ്മലും മക്കളും മെഗാ ഹിറ്റ് സിനിമയായിരുന്നു. ലാൽ നിർമ്മിച്ച തുമ്മലും മക്കളും ബെന്നി പി നായരമ്പലമായിരുന്നു സ്ക്രിപ്റ്റ് എഴുതിയത്. മമ്മൂട്ടിക്കൊപ്പം ലാലും തുല്യമായ ഒരു വേഷം ചെയ്ത സിനിമയാണ്. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആയതോടുകൂടി ഈ സിനിമ തമിഴിൽ ചെയ്യുവാനും ഷാഫിക്ക് അവസരം തേടി വന്നു. മജ എന്ന പേരിൽ മമ്മൂട്ടി ചെയ്ത വേഷം നടൻ വിക്രമും ലാൽ ചെയ്ത വേഷം പശുപതിയും ചെയ്തും നായികയായി അസിലുമായിരുന്നു ഈ സിനിമ ചെയ്തത്. വിജി രാധികയായിരുന്നു ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയത്. തുടർന്ന് 2007 മമ്മൂട്ടിക്ക് വേണ്ടി വീണ്ടും മറ്റൊരു ഹിറ്റ് ഒരുക്കുവാൻ ഷാഫിക്ക് കഴിഞ്ഞു. മമ്മൂട്ടിയും ഗോപികയുമായിരുന്നു പ്രധാനപ്പെട്ട റോള്. ഇതിന്റെ സ്ക്രിപ്റ്റ് ഷാഫിയുടെ സഹോദരനായ റാഫിയുടെ കൂട്ട് പങ്കാളിയുമായ മെക്കാർട്ടനും കൂടി ചേർന്നായിരുന്നു എഴുതിയത്. 2007 ചോക്ലേറ്റ് എന്നുള്ളൊരു പൃഥ്വിരാജും റോമയും ജയസൂര്യയും ചേർന്ന് മത്സരിച്ചഭിനയിച്ച ഒരു സിനിമ ഒരുക്കി. ഇതിന്റെ തിരക്കഥ ഒരുക്കിയത് സച്ചി സേതു ആണ്. ചോക്ലേറ്റിന്റെ വൻ വിജയത്തിന് ശേഷം 2008 പൃഥ്വിരാജിനെയും കുഞ്ചാക്കോ ബോബനെയും ജയസൂര്യയും റോമയെയും ഫാമിനെയും പ്രധാന വേഷങ്ങൾ ചെയ്യിപ്പിച്ച് ലോലിപോപ്പ് എന്നുള്ളൊരു സിനിമ ചെയ്തു. ബെന്നി പി നായരമ്പലമായിരുന്നു ഇതിന്റെ സ്ക്രിപ്റ്റ്. ലോലിപോപ്പ് വലിയ ഹിറ്റുകളൊന്നും ആയില്ലെങ്കിലും സാധാരണ രീതിയിൽ നല്ല രീതിയിൽ ഓടിപ്പോയ ഒരു സിനിമയായിരുന്നു. തുടർന്ന് 2009 ചട്ടമ്പി നാട് എന്നുള്ള സിനിമ ചെയ്തു. മമ്മൂട്ടി ആയിരുന്നു ഇത് നായകൻ. നായികയായി ലക്ഷ്മി റായിയും അഭിനയിച്ചു. 2010 ദിലീപിനെയും ബിജു മേനോനെയും ഫാവനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി 2010 ചെയ്ത
മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്നുള്ള സിനിമ ഒരു വമ്പൻ ഹിറ്റായി മാറി. അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത് ബെന്നി പി നായരമ്പലമായിരുന്നു. 2011 മേക്കപ്പ് മാൻ എന്നൊരു സിനിമ ജയറാമിനെ നായകനാക്കി, ഷീല എന്നുള്ളൊരു നടിയെ നായികയാക്കി സച്ചി സേതു എന്നുള്ള ടീമിന്റെ സ്ക്രിപ്റ്റിൽ ഷാഫി സിനിമ ഒരുക്കിയിരുന്നു. മേക്കപ്പ് മാൻ വലിയൊരു ഹിറ്റായി മാറി. തന്റെ ആദ്യത്തെ സിനിമയിലെ നായകനായ വൺമാൻ ഷോയുടെ നായകനായ ജയറാമായിരുന്നു മേക്കപ്പ് മാനിലെ നായകൻ. ആ ജയറാമിന് ഒരു മോശം സമയമായിരുന്ന സമയത്തായിരുന്നു മേക്കപ്പ് മാൻ വൻ ഹിറ്റായത്. അത് തന്റെ ആദ്യ സിനിമ ചെയ്യാനുള്ള അവസരം തന്ന ജയറാമിന് ഷാഫി കൊടുത്ത ഒരു സഹായം കൂടിയായിരുന്നു മേക്കപ്പ് മാനിന്റെ വൻ വിജയം. 2011 മമ്മൂട്ടിയെ നായകനാക്കി ഷാഫി ചെയ്ത വെനീസിലെ വ്യാപാരി എന്നുള്ള സിനിമ ഒരു വൻ ദുരന്തമായിരുന്നു. വൻ പരാജയം ഏറ്റുവാങ്ങിയ ഈ സിനിമ ഷാഫിയുടെ ഒരു റെക്കോർഡാണ് തകർന്നു വീണത്. തുടർച്ചയായി 11 സിനിമകൾ സംവിധാനം ചെയ്ത് അത് സൂപ്പർ ഹിറ്റാക്കിയ മലയാള സിനിമയിലെ ആദ്യത്തെ സംവിധായകൻ എന്നുള്ള റെക്കോർഡാണ് ആ വെനീസിലെ വ്യാപാരി എന്നുള്ള സിനിമയുടെ പരാജയത്തിലൂടെ ഷാഫി നേരിട്ടത്. ജെയിംസ് ആൽബർട്ട് ആയിരുന്നു ഇതിന്റെ തിരക്കഥാകൃത്ത്. തുടർന്ന് 2012 101 വെഡ്ഡിങ്സ് എന്ന പേരിൽ കുഞ്ചാക്കോ ബോബനെയും ബിജു മേനോനെയും ജയസൂര്യയെയും നായകനാക്കി എടുത്ത സിനിമ വീണ്ടും ഒരു പരാജയമായി മാറി. കലവൂർ രവികുമാർ ആയിരുന്നു ഈ 101 വെഡ്ഡിങ്ങിന്റെ സ്ക്രിപ്റ്റ്. തുടർച്ചയായി 11 സിനിമകൾ സൂപ്പർ ഹിറ്റാക്കിയ സംവിധായകനായ ഷാഫി 2011 മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയ വെനീസിലെ വ്യാപാരിയും 2012 കുഞ്ചാക്കോ ബോബനെയും നായകനാക്കി എടുത്ത 101 വെഡ്ഡിങ്ങും പരാജയമായപ്പോൾ ആ ഒരു ക്ഷീണം മാറുവാൻ 2015 ദിലീപിനെയും മമതയും പ്രധാന കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ 2 Countries എന്നുള്ള സിനിമ വൻ ഹിറ്റായി മാറി. ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത് ഷാഫിയുടെ സ്വന്തം സഹോദരനായ റാഫി ആയിരുന്നു. റാഫി മെക്കാർട്ടുമായി പിരിഞ്ഞ് സ്വന്തമായി സിനിമകൾ തിരക്കഥ എഴുതുവാനും സംവിധാനം ചെയ്യുവാനും ഇറങ്ങിയ സന്ദർഭമായിരുന്നു 2 Countries വൻ വിജയം. 2016 വലിയ താരനിരകളൊന്നും ഇല്ലാതെ ചെറിയ താരങ്ങളെ വെച്ച് താരതമ്യേന സിനിമയിൽ വലിയ മുഖങ്ങളൊന്നും കാണിക്കാത്ത, വലിയ കഥാപാത്രങ്ങൾ ചെയ്യാത്ത ഹരീഷ് കരാറിനെയും പ്രയാഗ മാട്ടിനെയും ബിജുക്കുട്ടിനെയൊക്കെ വെച്ച് ചെയ്ത ഒരു പഴയ ബോംബ് കഥ എന്നുള്ള സിനിമ വലിയ പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ലെങ്കിലും താരതമ്യേന ഒരു ആവറേജ് വിജയം നേടിയ സിനിമയായിരുന്നു. ഈ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് ചെയ്തത് ബിജു ജോസഫ് എന്നായിരുന്നു. തുടർന്ന് സഹോദരനായ ഷാഫിയുടെ സ്ക്രിപ്റ്റിന്മേൽ ഷാഫി ചെയ്ത ബിജു മേനോനെ നായകനാക്കി ചെയ്ത ഷെർലോക്ക് ടോംസ് എന്നുള്ള സിനിമ വീണ്ടും പരാജയമായി മാറി. മിയയായിരുന്നു ഇതിലെ നായിക. 2018 വീണ്ടും വലിയ താരനിരയില്ലാതെ ഷറഫുദ്ദീനെയും വിഷ്ണു ഉണ്ണികൃഷ്ണനെയും ഒക്കെ നായകനാക്കി ചെയ്ത ചിൽഡ്രൻസ് പാർക്ക് എന്നുള്ള സിനിമയും വൻ ദുരന്തമായി. ഇങ്ങനെ 18ഓളം സിനിമകൾ ചെയ്ത് 12ഓളം സിനിമകൾ സൂപ്പർ ഹിറ്റ് ആക്കുകയും പിന്നീട് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരികയും വീണ്ടും ആ സൂപ്പർ ഹിറ്റ് സിനിമകൾ ഒരുക്കുകയും വീണ്ടും പരാജയപ്പെട്ട് പോവുകയും ചെയ്ത ഷാഫി 2015 ശേഷം ഒരു സിനിമയും ചെയ്തിട്ടില്ല. ഈ 2015 ഡിസംബറിൽ ജയസൂര്യയെ നായകനാക്കി ഒരു സിനിമ സംവിധാനം ചെയ്യുവാനുള്ള പ്ലാനിങ്ങിൽ ഇരിക്കവെയാണ് മരണം സംഭവിച്ചത്. മമ്മൂട്ടിയുടെ ടർബോയ്ക്ക് തിരക്കഥ എഴുതിയ മിഥുൻ മാനുവൽ തോമസ് ആയിരുന്നു ഈ സിനിമയുടെ